ഉപായിയായിരുന്ന ഒരു മനുഷ്യൻ, ഉപായത്തിൽ ജീവിക്കണമെന്ന് ലോകം പറയുവാനിടയായിത്തീർന്നവൻ, അപ്പന്റെയും അമ്മയുടെയും സഹോദരന്റെയും അമ്മായിയപ്പന്റെയും ഭാഗത്തു നിന്നൊക്കെ ഇതേ സാക്ഷ്യമേ കേൾക്കുവാനുള്ളൂ. ആ മനുഷ്യന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ ദൈവത്തിന് വേണ്ടി ജീവിപ്പാനും ദൈവത്തിന് വേണ്ടി നിൽക്കുവാനും ആഗ്രഹിച്ചതൊരു മനസ്സ് തനിക്കുണ്ടായിരുന്നുവെന്നുള്ള സത്യമാ. പക്ഷെങ്കിൽ ആ മനുഷ്യനെ സ്വർഗസ്ഥനാർക്ക് ദൈവം എന്ത് ചെയ്തു? ഉപായി എന്നുള്ള പേര് മാറ്റിയിട്ട് ദൈവത്തിന്റെ പ്രഭുവാക്കി മാറ്റുവാനായിട്ടിടയായി. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ഉപായിയെ ദൈവത്തിന്റെ പ്രഭുവാക്കുന്ന പ്രവൃത്തിയാണ് എൻ്റെ ദൈവത്തിന് ചെയ്യുവാനുള്ളത്. ഞാൻ ആരാകുന്നു എന്നുള്ളത് എൻ്റെ ദൈവത്തിന് പ്രശ്നമല്ല. പക്ഷെങ്കിൽ ഒരു കാര്യം നാം ആഗ്രഹിക്കണം, എൻ്റെ ബുദ്ധിക്കെത്താത്തത്, എൻ്റെ ബുദ്ധിയിൽ പോലും ഞാൻ ചിന്തിക്കാത്തൊരവസ്ഥയിലേക്ക് എന്നെ ഉയർത്തുവാനും എന്നെ മാനിപ്പാനും ദൈവം ശക്തനാ. ഞാൻ ചോദിക്കട്ടെ, എന്തായിരുന്നു യാക്കോബേ ഈ രാത്രിയിൽ നീ എഴുന്നേൽക്കുവാനുള്ള സാഹചര്യം? എന്താ നിന്റെ ജീവിതത്തിൽ നീ എന്താ സംഭവിച്ചത്? യാക്കോബിന് പറയുവാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു വന്ന ആർക്കൊരു വലിയ പ്രശ്നമുണ്ട്. ആ പ്രശ്നം മറ്റൊന്നുമല്ല, എൻ്റെ സഹോദരനായിരിക്കുന്ന യേശാവ് എന്നെ കൊല്ലുവാൻ വരുന്നു.